ഇപ്പൊ 86 വർഷത്തെ ജീവിതാനുഭവമാണ് ഇന്ന് അപ്പു നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെ. എങ്ങനെയാണ് അച്ചാമ്മയെ കണ്ടുമുട്ടുന്നത്? വലിയ ഈ ജാതി പ്രശ്നമുള്ള കാലവുമാണ് അന്ന്. അന്ന് ഒരുപാടുപ്പെട്ടവരൊക്കെ എതിരായിരുന്നു. അച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് അന്നെന്ന് പറഞ്ഞാൽ നല്ല കട്ട ശരീരമാണ്. അപ്പം എൻ്റെ ഈ മസിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തുടിച്ചു കേട്ടോ, എനിക്ക് വയ്യ. അപ്പം അങ്ങനെ ആകുമോ? അപ്പുവിൻ്റെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കും ബന്ധങ്ങൾക്ക് മൂല്യം കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പുവിൻ്റെ ജീവിതത്തിൽ നല്ല ഓർമ്മകൾ 86 വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും മധുരമായിട്ട് തോന്നിയ ഈ ജീവിതത്തിനകത്ത് മക്കളെയും കൊച്ചുമക്കളെയും അതിൻ്റെ മക്കളെയും കണ്ടൊക്കെ സന്തോഷമായി ഇരിക്കുന്നതാണ് ഏറ്റവും. സത്യം പറഞ്ഞാൽ കേരളത്തിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അപ്പു ജനിച്ചതാണ്. അതിനല്ലേ അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് അതൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ജീവിതമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞത് അതാണ് അന്നത്തെ ആ വിഷമത്തിൻ്റെ കാരണം. നമ്മുടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അച്ഛനും പറയുന്നതാണ്, ഞങ്ങളൊക്കെ കണ്ട് കാടും മലയും താണ്ടിയാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്, കിലോമീറ്ററുകൾ നടന്ന്. അത് സത്യമാണോ അത്? ഹേ ഗായ്സ്, ഓവർ തിങ്കേഴ്സ് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്നുള്ളത് വിശേഷങ്ങൾ പങ്കിടാനായിട്ട് എൻ്റെ അപ്പൂപ്പനാണുള്ളത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഞങ്ങളെ കുടുംബത്തിലെല്ലാവരും, ഞങ്ങളുടെ കൊച്ചുമക്കളെല്ലാവരും അപ്പു എന്നാണ് ഷോർട്ടാക്കി വിളിക്കുന്നത്. കുഞ്ഞില് മുതൽ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പുവിൻ്റെ പേര് രഘുനാഥൻ എന്നാണ്. 86 വയസ്സ്. രഘുനാഥൻ. അതെ, 86 വയസ്സായിരിക്കും. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. വെൽക്കം ടു അവർ ഷോ അപ്പു. 1939. 86 വയസ്സായി. ഇപ്പൊ 86 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് ജീവിതാനുഭവമാണ് ഇന്ന് അപ്പു നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പൊ 86 വയസ്സായിട്ട് ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ അയ്യത്തും ചാടി ഇപ്പോഴും ആക്റ്റീവായിട്ട് എങ്ങനെ ജോലികൾ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ നടുവേനെ എണീച്ചടക്കാൻ വയ്യ. ഇതെല്ലാം ഈ നമ്മൾ ദിവസമുള്ള ദിനചര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഈ ആഹാരം കഴിക്കുന്നതും പിന്നെ 3 നേരം നമുക്ക് കഴിക്കാം. പക്ഷേ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് കാപ്പി കുടിക്കണം. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ചോറുണ്ണണം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു 8 മണിക്കാകുമ്പോഴത്തെ കഞ്ഞിയോ എന്താന്ന് വെച്ചാൽ കഴിക്കണം. ഇതാണ് നിത്യം ആഹാരം പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് കഴിക്കണം എന്നുള്ളതാണല്ലേ. പിന്നെ അത് നമുക്കല്ല, നമ്മൾ മടി പിടിച്ചിരിക്കാൻ പാടില്ലല്ലേ. മടി പിടിച്ചിരിക്കാൻ പാടില്ല. എന്ത് ജോലി ആയാലും ഇച്ചത് താമസിച്ചാലും ആ ജോലികൾ പോയി ചെയ്യണം. എങ്കിലേ ആ മനുഷ്യൻ ആ ഉന്മേഷവും വരത്തുള്ളൂ. അതാണ്, മടി പിടിച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ പിന്നെ നമ്മൾ ഇരുന്ന് പോകും, മൊത്തം മടിയായി പോകും. ഏത് കാര്യത്തിനായാലും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ വിറക് കീറുക, അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ഒട്ടുകറ എടുക്കാൻ പോവുക, ഇതൊക്കെ ദിവസം ചെയ്താൽ ശരീരത്തിനൊരു വ്യായാമം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ മടി പിടിച്ച് വീട്ടിനകത്ത് കയറി ഉറങ്ങി സമയം കളയുക, പിന്നെ കിട്ടുമ്പോഴൊക്കെ ആഹാരം കഴിക്കുക, ഇതൊന്നും പാടില്ല. അത് ആ സമയത്ത് തന്നെ ആഹാരം കഴിക്കുക. കുറച്ച് ആളെ അങ്ങനെ ചെയ്യാൻ പറ്റും. സമയത്ത് എനിക്ക് ആഹാരം വേണം. അല്ല, കൂടുതലൊന്നും വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ 4 മണിക്ക് ചപ്പാത്തിരിക്കല്ല മറ്റേ ഇരിക്കുന്ന കഴിയെന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങനെ സമയം തെറ്റി കഴിക്കാറില്ല. കൃത്യമായ സമയങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതാണ് ഇപ്പോഴും ഇങ്ങനെ ഉള്ള ആരോഗ്യത്തിൽ നിൽക്കുന്നത്. അപ്പുവിൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? അപ്പുവിൻ്റെ കുട്ടിക്കാലം? എൻ്റെ കുട്ടിക്കാലത്തെന്ന് പറയുന്ന ആഹാരത്തിനൊക്കെ വലിയ പ്രയാസമുള്ള സമയമാണ്. ഈ ഇതുപോലുള്ള ആഹാരങ്ങളല്ല അന്ന്. രാവിലെ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞിയോ വെള്ളമോ എന്തുവാന്ന് വെച്ചാൽ ചക്കയോ ചീനിയോ എന്തുള്ള ആഹാരം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉള്ളത് കഴിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ദോശ തന്നെ മതി, ഇഡലി മതി എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഒരാഹാരവും നിർബന്ധം പിടിച്ചാൽ ഇല്ല തരാൻ അന്നത്തെ രക്ഷകർത്താക്കൾക്ക് ഒന്നും ഇതിന് ഉള്ള ഇതില്ല. അന്നത്തെ സാഹചര്യം അതാ. ചിലപ്പോൾ മഴയാണെങ്കിൽ 3 മാസം വരെ ഒരുപോലെ പെയ്ത്തായിരിക്കും. എവിടെ പോയി ജീവിക്കും? എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ഈ കൊച്ചുനാളിലുള്ളത്. അന്ന് പിന്നെ ഈ
പള്ളിക്കൂടത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഓലയ്ക്കകത്തൊക്കെ എഴുതി തരുന്നത്. ഈ നമ്മുടെ പനയോരമുണ്ട്, അതിന് പ്രത്യേക ഓലയൊക്കെ ഉണ്ട്, അതിലൊക്കെ എഴുതി തരുന്നത്. അത് വെള്ളത്തിൽ പിടിച്ച് അതും കൊണ്ടൊക്കെയാണ് നടന്ന് സ്കൂളിൽ പോകുന്നത്. അത് ചിലപ്പോൾ ഒരുപാട് നടന്നു പോകണം. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോഴേ കരച്ചിലായിരിക്കും, എടുക്കാനൊക്കെ ഉണ്ട്. അന്ന് തള്ളമാരൊക്കെ എടുക്കും. 8 വയസ്സായപ്പോഴും പിന്നെ അമ്മയുടെ ഇടയിലിരിക്കും. അത് ശരി. അങ്ങനെ അന്നത്തെ ഉള്ള ജീവിതം. അപ്പുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ഓർമ്മകൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ? പഴയകാല ജീവിതത്തിൽ 86 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും മധുരമായിട്ട് തോന്നിയ ഈ ജീവിതത്തിനകത്ത് മക്കളെയും കൊച്ചുമക്കളെയും അതിൻ്റെ മക്കളെയും കണ്ടൊക്കെ സന്തോഷമായി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ശരീരത്തിൻ്റെ ഉന്മേഷം. ഈ കൂടുതൽ ദൈവത്തോടുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് എന്നെ കൂടുതലും ഇങ്ങനെ നടത്തിക്കാനുള്ള കാരണം. ഞാനെപ്പോഴും മുരുകനോടുള്ള ആ ഒരു ചിന്തയാണ്, ആരാധനയാണ്. മുരുകനെ എപ്പോഴും എനിക്ക് കാണണം വിളിക്കണമെന്ന് അതിനൊന്നും ഒരു ഇതില്ല. എങ്ങോട്ട് ഇറങ്ങിയാലും മുരുകനെ വിളിച്ചുകൊണ്ടേ ഇറങ്ങും. അപ്പുവിന്റെ വിശ്വാസവും അതാ. എവിടെ പോകണമെങ്കിലും ഇവിടെ ഇറങ്ങി ചിലപ്പോൾ 1-2 പ്രാവശ്യം കരയ്ക്കകത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും വെളിയിലിറങ്ങും, ദൈവമേ മുരുക ഞാൻ ഒരു യാത്രയ്ക്ക് പോവാം, അത് പറഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. ഇതല്ലാതെ ഇപ്പം ഈ 86 വർഷത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ 25 വയസ്സ് കഴിഞ്ഞപ്പോൾ വിവാഹം ചെയ്തു. 25 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് വിവാഹം ചെയ്തത്? അന്ന് 25 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് 25-26 ആയി. ആ ഒരു പ്രായത്തിൽ എല്ലാവരും പ്രായം തികയാതൊക്കെ അല്ലേ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നേ ആ ഒരു സമയത്ത്? ഇല്ല, അന്നും ഈ കല്യാണം എന്ന് പറയുന്നത് 20-30 അപ്പുറം, 30 ഇപ്പുറം കല്യാണം. അന്നേ അങ്ങനെയാണ് അപ്പുവിന്റെ കാലഘട്ടത്തില്? അത് സ്ത്രീകൾക്ക് മാത്രമാണോ അതോ പുരുഷന്മാർക്കാണോ? എല്ലാവർക്കും. സ്ത്രീകൾക്കായാലും 10-22 വയസ്സൊക്കെ ആകുമ്പോൾ അവര് കല്യാണം കഴിയും. അല്ല, അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നോ? 18 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അതൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെ ഇങ്ങനെ വന്നത്, നിയമം പിന്നെ ആയത്. ഇപ്പോഴാണെങ്കിൽ 12 വയസ്സ് കഴിയുമ്പോഴേ പിള്ളേർ പ്രസവിക്കുന്നതായിട്ടാ കേൾക്കുന്നത്, വാർത്തയിൽ അങ്ങനെ വരുന്നത്. എന്തായാലും ആൺപിള്ളേർക്കും ഇത് തന്നെ. 17 വയസ്സ് 18 വയസ്സൊക്കെ ആൺപിള്ളേർക്ക് മക്കള്. ഇപ്പോഴത്തെ കാലത്ത് അതെല്ലാം അങ്ങനെയാ. അതേപോലെ തന്നെ അപ്പുവിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും പേടിപ്പെടുത്തുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ദുരൂഹമായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിലോ? അതെ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 1.5 പവൻ്റെ സ്വർണം പോയി, നഷ്ടപ്പെട്ടു പോയി. അത് ഞാൻ മടിയിലിരുന്ന് ചെയ്തു. അത് ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സ്റ്റാൻഡിൽ വെച്ച് മഴയാണ്, ഒരു കൈ കൊട. അല്ല, അത് ഏത് കാലഘട്ടമാണ്? അത് എനിക്ക് 30 ആയില്ല, അതിന് 30 വയസ്സാവുന്നതിന് മുമ്പെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ബസ്സിലോട്ട് കയറാൻ നേരത്ത് മഴയായതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് വണ്ടിയുടെ വിരമായിട്ട് പിടിച്ച് ഒരു കൈ കൊടയും പിടിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ മടിയിൽ ആരാണ്ട് തപ്പുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പിടി വിടാൻ ഒക്കത്തില്ല, വീണാൽ ഞാൻ വീഴും, പിടി വിട്ടാൽ ഞാൻ വീഴും. അത് കാരണം ആ പിടി മുറുക്കി ഞാൻ വണ്ടിയിൽ തന്നെ പിടിച്ചു. ആ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മടിയിൽ തപ്പുന്ന സാധനമില്ല, പോയി കൈ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായി. അത് ഞാൻ പണയം വയ്ക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ വണ്ടിക്കൂലിക്ക് കാശ് വേണമെന്ന്. അന്നേരം പറഞ്ഞ ഇത് സ്വർണ്ണം അല്ലേ കയ്യിൽ. ഞാൻ പറഞ്ഞ സ്വർണ്ണം ഇത് കയ്യിലില്ലെങ്കിൽ ഞാനങ്ങനെ വരും. അന്ന് അച്ഛൻ്റെ അമ്മയടുത്താണോ പറഞ്ഞത്? അച്ഛൻ്റെ അടുത്ത് അമ്മയടുത്തല്ല പറഞ്ഞത്, ഭാര്യ എടുത്താ പറഞ്ഞത്. ഭാര്യ എടുത്ത് പറഞ്ഞു. അപ്പം പറഞ്ഞ ഇല്ല, അതവിടെ കൊണ്ട് പണയം വെച്ചൊരു ഞാൻ വണ്ടിക്കൂലിക്ക് എടുത്താൽ മതി. അങ്ങനെ ആ സംഭവം ഉണ്ടാവുന്നത് അതെനിക്കൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്തൊരു. അന്ന് ഒരുപാട് പ്രയാസപ്പെട്ട തിരിച്ചാ സ്വർണം കൊടുക്കാൻ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന് മിന്നുതാരി പറിച്ച് കൊണ്ടുകൊടുത്ത്. അതാണ് അന്നത്തെ ആ വിഷമത്തിൻ്റെ കാരണം. അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന്
ഇന്നിപ്പോൾ എനിക്ക് ദൈവം പറയാൻ അങ്ങനെയുള്ള ഒരു പ്രയാസവും ഇല്ല. ഞാൻ സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു. നമ്മുടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അച്ഛനും പറയുന്നതാണ്, ഞങ്ങളൊക്കെ കണ്ട് കാടും മലയും താണ്ടിയാണ് സ്കൂളിൽ പൊക്കോണ്ടിരുന്നത്, കിലോമീറ്ററുകൾ നടന്ന്. അത് സത്യമാണോ? അത് ആണ്, സത്യമാണ്. അതായത് ഇവിടെ ഞങ്ങൾ താമസം ഇടമണ്ണ് വരുമ്പോഴേ ഞങ്ങൾ 56 വന്ന ഇവിടെ ഇടമണ്ണ് 56 വരുമ്പോൾ സമയത്ത് തെമ്മലയിന്ന് പിള്ളേർ നടന്നാ പൊല്ലു പോകുന്നത്. ഏകദേശം 20 കിലോമീറ്റർ 21 കിലോമീറ്റർ നടന്ന അവര് 21 കിലോമീറ്റർ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി മാത്രം എടുക്കുമോ? അപ്പൊ എത്ര നേരത്തെ ഇറങ്ങുമായിരിക്കും? നേരം പരവരാ വിളക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇടമണ്ണോട് അങ്ങ് പൊല്ലൂർ പോകും. പൊല്ലൂരാണെന്ന് സ്കൂളുകളൊക്കെ. കൂടെയുള്ള റോഡൊന്നും അത്ര ശരിയാവില്ല. മെറ്റില അന്നെല്ലാം മെറ്റില റോഡ്. പിന്നാണ് ഇതൊക്കെ പുരോഗമിച്ച് ഇതൊക്കെ താറങ്ങി വന്നത്. അപ്പൊ ഈ വൈകിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചു വീട്ടിൽ ചെല്ലാൻ രാത്രിയാവുമല്ലോ? രാത്രിയാവും. അതും 4 മണിക്ക് വിട്ട 4 മണിക്ക് വിടും. 4 മണിക്ക് വിട്ട അവര് ഓട്ടമാ, കൂടുതൽ സമയം ഓട്ടമാ. ഇവിടുന്ന് തെമ്മലേന്ന് റെയിൽവേ പാടത്തേക്ക് ഒരു ഓടും. ഒക്കെ എവിടെ പോലെ ജനവാസം കുറവായിരിക്കും. നമ്മളെ തന്നെ ഉളവ് ചെന്നാൽ കുറുക്കെല്ലാം ഓടി കയറാം. ഇറങ്ങി ഓടി അങ്ങ് പോവുക. അന്നേരം കിട്ടുന്ന പോകുന്ന വഴിക്കറും കൂടി ചീഞ്ഞ് പിടിച്ച് ആ ചീഞ്ഞും പിടിച്ചോണ്ടങ്ങ് പോകും. അതങ്ങ് പച്ചയ്ക്ക് കൂട്ടുകാർ കൂടി തിന്നങ്ങ് പോകും. അങ്ങനെ അവർ പറയുന്നത് സത്യമുണ്ട്. ഉണ്ട്. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മദ്രാസിൽ പോയിട്ടുണ്ട്, എറണാകുളം പോയിട്ടുണ്ട്, കൊച്ചി പോയിട്ടുണ്ട്, തൃശ്ശൂർ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോകാത്ത സാധനം ചുരുക്കമാണ്. അന്ന് ഇപ്പൊ ആരെങ്കിലും കാണുമ്പോൾ വിചാരിക്കും ഈ കേരളത്തിൽ പോകുന്ന അത്ര വലിയ കാര്യമാണ്. പക്ഷെ അന്ന് അത്രയും വണ്ടി സൗകര്യം കുറവുള്ള സമയത്താണ് ഇത്രയും യാത്ര പോയിട്ടുണ്ട്. അന്നെല്ലാം യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ ഉപയോഗിച്ചിരുന്നത്? ബസ്സാണോ കാൽനടയാണോ? എന്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്? അന്ന് കൂടുതലും ബസ്സാണ്. ബസ്സാണ് ഇവിടുന്ന് കൂടുതൽ ആളുകൾ. പിന്നെ ട്രെയിനും ഉണ്ട്. തിരുവനന്തപുരത്തൊക്കെ പോകുന്ന നമ്മൾ ട്രെയിനിൽ ഇവിടുന്നേ പോവാം. നമ്മുടെ ഇടമണ്ണൂന്നേ പോവാം. അന്ന് ഇടമണ്ണ ഇവിടെ സർവീസ് ഉണ്ടല്ലേ? ഉണ്ട്. അന്ന് സർവീസ് ഉണ്ട്. ഇടമണ്ണൂന്ന് പോവാം. കൊല്ലത്തിൽ നിന്നാ പോകുന്നത്. എല്ലാം കൊല്ലത്തിൽ നിന്നാ. ഇന്നിപ്പം സൗകര്യമായി കൊണ്ടുവരേണ്ടി എന്നിട്ട് ബസ്സിനൊക്കെ പോവാം. അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം. ഇന്ന് ഓരോ വീട്ടിലും 3ഉം 4ഉം വാഹനമുണ്ട്. ഓരോരുത്തരും അങ്ങ് പൊയ്ക്കോടുക. അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെ വാഹനമില്ല. യാതൊരു ഒരു വീട്ടിൽ വലിയ സാമ്പത്തികം ഉള്ളവരുടെ വീട്ടിലെങ്ങാണ് ഒരു കാറോ വല്ലതും കാണും. അതേ ഉള്ളൂ. അത് കാരണവന്മാർക്കുള്ള. അതിനകത്ത് കൊച്ചുമക്കളോ ഒന്നും തൊടാൻ പാടില്ല. സ്വന്തം വീട്ടിലുള്ളവർ പോലും തൊടാൻ പാടില്ല. കാരണവന്മാരുടെ ഭരണമല്ലെന്ന്. ഈ നമ്മുടെ അമ്മാച്ചന അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മൾ കാണുമ്പോൾ ഒതുങ്ങി നിന്നോണം. അങ്ങനെ ഭയങ്കര പേടിയില്ല വളർത്തുന്നത്. വലിയ ഈ ജാതി പ്രശ്നമുള്ള കാലവുമാ അന്ന്. സത്യം പറഞ്ഞാൽ കേരളത്തിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അപ്പു ജനിച്ചതാണ് അതിനല്ലേ? അപ്പൊ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് അതൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ജീവിതമൊക്കെ? അന്നത്തെ ചെറിയ വയസ്സായിരിക്കും. അതിനെ പറ്റി ഒന്നും വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഇത്രയും വർഷം മറന്നുപോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഓർമ്മയില്ല. അപ്പൂനെ ഓർമ്മയുണ്ടോ ഇങ്ങനെ വെള്ളക്കാരൊക്കെ ഇവിടെ ഉള്ളതല്ലോ? അങ്ങനെ അന്നവരോ ഇവിടെ ഉണ്ട്. തിരിച്ചും പോയിട്ടില്ല മൊത്തമേ. അപ്പൂന് ഓർമ്മയുള്ള സമയത്ത് വെള്ളക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് അവര് പരിചയം പോയിട്ടില്ല. പിന്നാണ് അവര് പോയത്. അവർ പോയത് 47 കണ്ടില്ലയോ അവർ പരിചയം പോയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് ഇവരെല്ലാം പറക്കി കെട്ടി പോയത്. അതിനു മുമ്പൊന്നും അവർ വെള്ളക്കാരെയൊക്കെ കാണാം. അതൊക്കെ അന്ന് പിന്നെ പോലീസുകാർക്കും ഇങ്ങനെയുള്ള തൊപ്പിയോ അല്ല ഒന്നുമല്ല. വേറെ മുന്നേത്തെ ചുമപ്പും പുറകെ ഇങ്ങനെയൊക്കെ ഉള്ള തൊപ്പികളൊക്കെയാണ്. അന്ന് നിക്കറാണ്, പാൻ്റൊന്നും ഇല്ല. നിക്കറും ഇട്ട് ഈ തുപ്പിയും വെച്ച് ഇവിടെ പോയിട്ട് അങ്ങനെ പോലീസുകാരെ കണ്ടു തീരുമ്പോഴേ സ്ത്രീകളൊക്കെ ഓടി ഒളിക്കും. ഭയങ്കര പേടിയായിരുന്നല്ലേ അന്ന്? അത്ര പേടിയാ. ഈ പറയുന്നത് നമുക്കും പേടിയാ. പോലീസുകാരെ കണ്ടു തരും. ഉപദ്രവിക്കാൻ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പൊ ഒരുപാട് മാറി. അന്ന് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവമില്ല.
പിന്നെ ചില ചട്ടമ്പികളെയൊക്കെ ഉണ്ട്, അവരെ ഒതുക്കും. ആ ഇത് എത്ര കേമനെന്ന് പറഞ്ഞാൽ ശരി ഇപ്പൊ അങ്ങനെ ചുമ്മാ എടുത്ത് അടിക്കാനും ഇപ്പൊ പറ്റത്തില്ല. അന്ന് ഏതിനെയും അടിക്കും. അന്നെന്ന് പറയുന്നത് ഒരു പോലീസ്, ഒരു ഇൻസ്പെക്ടർ, ഒരു പിന്നെ സർക്കിളോ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനികൾ ആരാന്ന് വെച്ചാൽ അവരെ തിരക്കി അറിയും. അറിഞ്ഞിട്ട് അവരെ പോയി കാണും. ഈ നേതാക്കന്മാരെയൊക്കെ വീട്ടിൽ പോയി അറിയിക്കണം, ഞാൻ ഇവിടുത്തെ സർക്കിളാണ്, അല്ലെ എസ് ഐ ആണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ? ആദ്യമായിട്ട് ജോലി എത്ര വയസ്സിലാണ്? എന്താണ് ആദ്യത്തെ ജോലി? എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഞാൻ അട്ടിക്കളം തളിക്കാൻ, അട്ടിക്കളം തളിക്കുക എന്ന് പറഞ്ഞാൽ ഈ തടിയൊക്കെ പിടിച്ചുകൊണ്ട് വയ്ക്കാനൊക്കെ കൊണ്ട്, അതിനാണ് ഈ അട്ടിക്കളം. അട്ടിക്കളമെന്ന് തടി കൊണ്ട് അട്ടിയായിട്ട് എടുക്കാൻ. ആ ജോലിയാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. അത് അന്നാ പോകുമ്പോൾ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ 75 പൈസ. വെറും 75 പൈസ? 1 രൂപ പോലും ഇല്ല? 3 രൂപ എങ്ങണ്ട അതിൻ്റെ കണക്ക്. അതാ അപ്പൊ 1 രൂപ പോലും തികച്ചില്ല. ഇല്ല, അങ്ങനെയൊക്കെ പോയ അന്ന് 1 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഒരു വീട്ടിൽ മീൻ മേടിപ്പൊക്കെ നടക്കും. 1 ഏക്കറും വേണ്ട, 1/2 ചക്കരം 1/4 ചക്കരം ഇതൊക്കെ മതി. ഞാൻ നല്ല ഓർമ്മയാകുമ്പോഴൊക്കെ ചക്കരോ, പിന്നാണ് ചക്കരമൊക്കെ മാറി അണയായി, കാലണ, പിന്നെ തുളയുള്ള അണ, ഇതൊക്കെ വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതെല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞാൽ പൈസ ഏറ്റവും കുറവ് ഇപ്പോൾ 1 രൂപ തുടങ്ങുള്ളൂ പൈസ ആയി വന്നത്. അന്നത്തെ ചക്കരങ്ങളൊക്കെ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒത്തിരി കയ്യിലുണ്ട് ചക്കരങ്ങളൊക്കെ. അത് അവിടെ ഒരു ഇരിപ്പുണ്ട്. അത് ആരും അങ്ങനെ അത്രയും സൂക്ഷിച്ചു വെക്കത്തില്ല, ഭയങ്കര വലിയ കാര്യമാണ്. കാലണ, അരയണ, കാണുന്നതൊക്കെ അവിടെ മേശക്കകത്തൊരു ടിന്നകത്ത് എടുത്ത് വെച്ചിരിപ്പുണ്ട്. പിന്നെ അങ്ങനെ അടി തളം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തുകൊണ്ട് 35 പള്ളിക്ക് മണ്ണി നോക്കാൻ പോയി. പള്ളിക്ക് ആ പള്ളിയല്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ പള്ളിക്ക് മണ്ണി നോക്കാൻ പോയി. അത് ഡെയിലി 12 കിട്ടും. 12 കിട്ടിയാൽ നമുക്കൊരു കുടുംബത്തിന് അരിയും വാങ്ങിച്ച്, അന്ന് അരിക്ക് 4 അണ 6 അണ ഒക്കെ ഉണ്ട്. എങ്കിലും 12 കിട്ടിയാൽ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കും. അങ്ങനെ അന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിളയ്ക്കാൻ നടക്കും. കൃഷിപ്പണിക്ക് ഇറങ്ങി. കൃഷി നമുക്ക് സ്വന്തമായിട്ടും ഉണ്ട്. വേറെ സമയമുള്ളപ്പോഴൊക്കെ കിളയ്ക്കാൻ പോയാൽ അന്ന് ലാസ്റ്റ് ഞാൻ 4 രൂപ ആവുന്നവരെ വരെയും കിടച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി. വേറെ അല്ല, അന്ന് എത്രാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ജോലിക്ക് ഇറങ്ങുന്നെന്ന് പറഞ്ഞ ഒരു 10, 12, 15 വയസ്സൊക്കെ. 15 വയസ്സായപ്പോഴേ ഇറങ്ങി. കാരണം കുടുംബം വളർത്തുണ്ടായി അന്ന്. കാരണം ചേട്ടച്ചാറുണ്ട്, അദ്ദേഹം അന്ന് കുടുംബത്താണ്, നാട്ടിലാണ്. ഇവിടെ ഞാനും അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉള്ളു. അപ്പം അച്ഛന് കൃഷിയാണ്. അച്ഛൻ കൃഷിയൊക്കെ ചെയ്യും, ഭയങ്കര കൃഷി അച്ഛന്. നമ്മളും അതനുസരിച്ച് കൃഷിയൊക്കെ ചെയ്യും. ഏത്തവാഴ കൃഷിയും കൊടിക്കൃഷിയും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നിലവുണ്ടായിരുന്നു, അതെല്ലാം ചെയ്താ. ഇപ്പം പിന്നെ കൃഷിയിലൊക്കെ ചെയ്യാനുള്ള സ്ഥലവ് പോലും കിട്ടത്തില്ല. കുരങ്ങും പന്നിയും കൊണ്ടുപോകാം ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്തു? അത് കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൽ, മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി. അവിടെ കമ്മിറ്റി കൂടുമ്പോഴും, നമ്മുടെ ഇവിടുത്തെ ഷൺമുഖ ക്ഷേത്രത്തിലാണ് കമ്മിറ്റി കൂടുമ്പോഴും ഒക്കെ ഞാൻ അവിടെ പോയി നിൽക്കും. അല്ലാതെ എന്നെ അവിടെ കമ്മിറ്റിയിൽ എടുത്തിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് മാസവരി വിരിക്കാമെന്ന് ചോദിച്ചു. മാസവരി വിരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. നോക്കാമെന്നുണ്ട്, നോക്ക്, നാളെ മാസവരി വിരിക്കാൻ ഇറങ്ങിക്കുമോ? അപ്പോൾ ഞാനപ്പോൾ അന്ന് ഏണ്ടൊക്കെ സംബന്ധമൊന്നും ചെയ്തിട്ടുണ്ടോന്ന്. അപ്പോൾ മാസവരി വിരിക്കാൻ ഇറങ്ങി. അന്ന് 10-30 രൂപയൊക്കെ ഓരോ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അത് കമ്മിറ്റിക്കാർക്ക് ഒരു അതിശയമായി.
നമ്മൾ പോയി വൈകുന്നേരം ആകുമ്പോഴത്തെ 10-300 രൂപ കൊണ്ടുവരും. അതിനു മുന്നേ ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടില്ല. ഇല്ല, ആരും പോകുന്നില്ല, നാണക്കേടാ. അതങ്ങനെ വന്ന് ആരും പോകാത്തോണ്ട് കൊടുക്കും. നമ്മുടെ മാസം ഒരു പിരിവനാക്കി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മളെ അവരവിടുത്തെ കമ്മിറ്റിയിലാക്കി. അങ്ങനെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പം പിന്നെ അവിടുത്തെ പ്രധാനവരെ കമ്മിറ്റിക്കാരനായിട്ട് തന്നെ നമ്മളെ അംഗീകരിച്ചു. അങ്ങനെ ഞാനവിടെ ജോലി ചെയ്ത് പിന്നെ പോകുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരു വിശ്വാസമായി. എന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോയാലും പിന്നെ കാശ് കൊണ്ടുവരും. അപ്പോൾ അവർക്കൊരു കമ്മിറ്റിക്കാർക്ക് എല്ലാം ഒരു ഹൃദയം. അങ്ങനെ ഞാൻ ഇരുന്ന കാലത്തെ പ്രസിഡന്റുമാർ ഒരുപാട് പേരും മരിച്ചുപോയി. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടെന്ന് പറയാനെ കൊണ്ട് പിന്നെ പഴയ ആളുകളാരുമില്ല, പുതിയ ഇപ്പോഴുള്ള ആളുകളൊക്കെ ഉള്ളു. അത് പിന്നെ അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ആയപ്പം എന്നെ ഒടുക്കം പൊതുവെത്തിച്ച് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം ചെയ്ത തൊഴിൽ അതാണോ? അത് അവിടെ അവസാനം ചെയ്ത ജോലി സെക്രട്ടറി ജോലിയാണ്. അപ്പം ഈ കൂടുതലും ഈ നാട്ടിലെല്ലാം വിവാഹം ഉണ്ടെങ്കിൽ അന്ന് സെക്രട്ടറി ജോലിയാണ്. ആ കർമ്മത്തിന് പോകേണ്ടത്. കർമ്മത്തിന് വേണ്ട. അപ്പോൾ സെക്രട്ടറി വേറെ നമ്മുടെ ഇപ്പോഴും പോകുന്നു. ഈ രജിസ്റ്റർ ബുക്കുണ്ട്, അതും കൊണ്ട് പോകണം. കൊണ്ടുപോയി പെണ്ണിനും ചെറുക്കനെ ഒപ്പിടിപ്പിക്കണം, സാക്ഷിയുടെ കൊണ്ട് ഒപ്പിടിക്കണം. അവർക്ക് ഇത്ര നമ്മുടെ ജോലിയാണ്. എത്ര ഭവം കിട്ടിയിട്ടുണ്ട് അതൊക്കെ ആ ബുക്കിനകത്ത്, നമ്മുടെ രജിസ്റ്റർ ബുക്കിനകത്ത് കൊള്ളിക്കണം. എങ്കിലേ ഒരു സമയത്ത് ആ പ്രശ്നം ഉണ്ടായാൽ റെക്കോർഡ്, നമ്മുടെ SNDP റെക്കോർഡ് എവിടെയും കൊടുക്കാം അന്നേരം. അങ്ങനെയൊക്കെ ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്ന് അങ്ങനെ കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ 2007 ഞാൻ അവിടുന്ന് രാജിവെച്ച് പോകുന്നു. രാജിവെക്കുമായിരുന്നോ? ഞാൻ വയ്യാന്ന് പറഞ്ഞ് ഒഴിഞ്ഞായി. വയ്യാന്ന് പറഞ്ഞ് എനിക്ക് വയ്യാതെ വന്നു. അവിടെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ 10 വർഷം അതിനകത്ത് സെക്രട്ടറി ഇരിക്കുകയല്ലോ. അപ്പോഴങ്ങനെ ഒരുമാതിരി പുതുമുഖക്കാട്ട് ഇവിടെ ജന്മം എടുത്തവർക്ക് ഒക്കെ അസൂയയായി. ഞങ്ങൾ ഇവിടുത്തുകാരാ, വറുത്തനാപ്പം ഇവിടെ എല്ലാവരും ഭരിക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല. അങ്ങനെ ഞാൻ 30 വർഷം സേവനം ചെയ്ത് അടുത്ത പൊതുയോഗം എല്ലാം വാർഷിക പൊതുയോഗം വിളിച്ച് ഞാനിനി ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് ഇന്നും അന്നത്തേൽ കാര്യമായിട്ട് കരുതുന്ന ആളുകളുണ്ട് നമ്മുടെ. ഉറപ്പായിട്ടും. എങ്ങനെയാണ് അച്ചാമ്മയെ കണ്ടുമുട്ടുന്നത്? അച്ചാമ്മയെ ഇപ്പം ഇല്ല, അച്ചാമ്മ മരിച്ചുപോയി. കണ്ടുമുട്ടെന്ന് പറയുന്നത് ഞാനിവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. എവിടെ? ഈ കുടുംബത്ത്, ആനു കുടുംബത്ത് എൻ്റെ അമ്മായി പറഞ്ഞ കൊച്ചുകൃഷ്ണൻ ആണ് എന്നെ കളിക്കാൻ വിളിച്ചതെന്ന് പറയുന്നത്. സഹദേവൻ എന്നും പറഞ്ഞ് ഒരു പയ്യനുണ്ട്. അവനാണ് എന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ കൊണ്ട് പരിചയപ്പെടുത്തി ജോലി ചെയ്യാൻ കൊണ്ട്. അങ്ങനെ ജോലിക്കൊക്കെ വന്ന് മൂപ്പരാനും നമ്മളോട് വലിയ കാര്യമായി. നമുക്ക് കള്ളപ്പണിയൊന്നും നോക്കില്ല. ഇപ്പോൾ ഇത്തിരി നേരം കളച്ചിരിക്കണമെന്ന് അന്നെന്ന് പറയുന്നത് ഒരു പുരയിടത്തിലൂടെ ഇറങ്ങിയാൽ ഇന്ന് ഇത്രയും തീർക്കണമെന്ന് പറഞ്ഞാൽ അത് അത്രയും പറ്റും. അതാ മനസ്സില്ല. അവർ പറയുന്നതല്ല, ഒരു ജോലിക്കാരൻ്റെ ആത്മാർത്ഥത. അന്ന് ജോലിക്കാരൻ്റെ ആത്മാർത്ഥത അങ്ങോട്ട് ഇറങ്ങുമ്പം വന്ന് നോക്കും, പുരടൊക്കെ നോക്കും, ഇന്ന് ഇത്രയെങ്കിലും കിളക്കണം. അന്ന് അത്രയും കിടക്കുന്നത് ഇന്ന് 4 ദിവസത്തെ കള കിളക്കണം ഓരോരുത്തന്മാർ. അതുപോലെ കളിയാണ് അന്ന്. കാരണം കിളയ്ക്കാനിറങ്ങിയ ഇരിപ്പൊന്നുമില്ല. ഉച്ച സമയത്ത് ഒറ്റനേരം വിശ്രമിക്കുക, ബാക്കിയുള്ള സമയമെല്ലാം ജോലി ചെയ്യുക. അതായത് നമ്മൾ 3-4 പേര് ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ട് ഞെല്ലും കൊണ്ടുപോയി കൊടുക്കാം. ഒക്കെ ഈ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ ഈ കളിയൊക്കെ നിർത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഒരു പണിക്കും പോകാതെ ഇവിടെ തന്നെ ഒക്കെ ആയത്. ഇവിടെ പണിക്ക് വന്ന് അമ്മായിപ്പനുമായിട്ടൊക്കെ സഹകരണമായി അങ്ങനെ ആയപ്പോൾ എനിക്ക് പെണ്ണെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പലരും അവളെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഓരോരുത്തരിയ്ക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. ഞാൻ വന്ന് മൂപ്പര് നമ്മളെ വളരെ ഇഷ്ടമായി.
നമ്മളെ ഇപ്പം ജോലിക്ക് വിളിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയപ്പോൾ എന്നോട് ഈ അച്ചാമ്മയുടെ ചിറ്റപ്പൻ തന്ന കുമാരമ്യ എന്ന് പറയും. കുമാരമ്യയാണ് എന്നോട് ചോദിച്ചത്, നിനക്ക് മുതലുള്ളവരെ വേണോ അതല്ല ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് വേണം സംബന്ധം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് മതിയെന്ന് പറഞ്ഞു. നമുക്ക് മുതൽ വേണ്ട, ആണുങ്ങളുള്ള വീട്ടിൽ വരും. അങ്ങനെ പറഞ്ഞ് എന്നാ ശരി നോക്കട്ടെ, അദ്ദേഹമാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി വന്നൊക്കെ നമ്മുടെ സ്നേഹമായി കൊടുക്കാൻ ലാസ്റ്റ് കല്യാണം നടത്തി. അന്ന് ഒരുപാടുപെട്ടവരൊക്കെ എതിരായിരുന്നു. എതിരെ നിന്നവരൊക്കെ നിന്നുള്ള കല്യാണം നടത്തിയ വീട്ടിൽ തന്നെ അച്ചാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് അന്നെന്ന് പറഞ്ഞാൽ നല്ല കട്ട ശരീരമാണ്. കാരണം ജോലിക്ക് ഇറങ്ങിയ കടത്തറവില്ല, ഒന്നുമില്ല. അന്നൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോകും, തോർത്ത് കൊടുത്തുകൊണ്ട് അന്ന് കിടക്കുന്ന. അപ്പോൾ എൻ്റെ ഈ മസിലൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ തുടിച്ചിഞ്ഞു കേട്ടോ, എനിക്ക് വയ്യ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഇതൊക്കെ കാണുമ്പോൾ പല ദിവസം കഷ്ടത്തിക്ക് പുറത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് നീരാണ്, നമുക്ക് അധ്വാനിച്ചതിൻ്റെ മസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് നീരൊന്നും അല്ല, അത് എൻ്റെ കാലിലുള്ള മസിലാണ്. അത്ര ഇതായിരുന്നു നമ്മുടെ അന്നേരമൊക്കെ ആകെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അത് കഴിഞ്ഞ് ഇവിടത്തേക്ക് അവസാനം അച്ചാമ്മ എങ്ങനെ ഉറപ്പിച്ച അച്ചാമ്മയെന്ന്? അച്ചാമ്മയെന്ന് ഉറപ്പിച്ചത് പിന്നെടുക്കും ഇങ്ങനെ ഇവിടെ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് നിശ്ചയമൊക്കെ നടത്തി തീരുമാനമൊക്കെ എടുത്ത്. അപ്പൂൻ്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നോ? ഇല്ല, അച്ഛനെതിരായിരുന്നു. അച്ഛനുമൊക്കെ എതിരെ, അമ്മയൊന്നും മരിച്ചു വരില്ലേ, അച്ഛനൊക്കെ എതിരൊക്കെ പോയി. എന്നിട്ട് അച്ഛന്റെ സമ്മതം ഇല്ലാതാണോ കല്യാണം കഴിച്ചത്? ഇല്ല, കല്യാണത്തിന് പിന്നെ അച്ഛനെ കൊണ്ടുവന്നു. സമ്മതിച്ചു. പെണ്ണും പിള്ളേക്ക് സൗന്ദര്യമില്ല അങ്ങനെ പറഞ്ഞോ? അപ്പം കറുത്ത അപ്പം കറുത്തതായതുകൊണ്ട് അച്ഛന് നല്ല ഇല്ല. ബാക്കിയുള്ള മരുമക്കൾക്ക് വെളുത്തതാണ്. വേറെ തലമുറയിൽ അങ്ങനെ നോട്ടം ഉണ്ടായിരുന്നു. നോട്ടമുണ്ട്. അപ്പൂന് ആര് അങ്ങനെ ഇല്ല. അപ്പം ചേട്ടത്താരുടെ അയത്തിന്നുണ്ട്, അത് വെളുത്ത കറുത്തല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയച്ചാർ വാസുവിൻ്റെ അതും പിന്നെ ഇവിടുന്ന് കല്യാണത്തിന് കൊണ്ടുവന്നു, അവിടും വെളുത്തതാണ്. പിന്നെ പോയി ഞാൻ കൊണ്ടുപോകാൻ പോകുന്നു ആ കറുത്തത്. അപ്പോഴാണ് അത് വെറുപ്പ് പോകുന്നത്. അന്ന് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ മാറി. പിന്നെ മനസ്സിലായി, മുഖത്തിന്റെ സൗന്ദര്യത്തിലല്ല കാര്യം, ഉള്ളില് മനസ്സിലാണ് കാര്യം. ഒടുക്കം അച്ഛനെ ഞങ്ങളുടെ കൂടെ മരിക്കുന്നതിൻ്റെ 28 ദിവസത്തിന് മുമ്പ് വരെ ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പം മരിക്കാറായപ്പോൾ ഒരു ആഗ്രഹം മൂത്തവനോട് പോകണം. അങ്ങനെ മൂത്തവനോട് പോകണമെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര ഇഷ്ടമുള്ളത് പോവാം, ഞാൻ പിന്നെ പുറയൊന്നും വരത്തില്ല, ഞാൻ അവിടെ കഴിച്ചോളാം. അങ്ങനെ പോയി ഇവിടുന്ന് കട്ടിലും അതും ഇതും എല്ലാം അവിടുന്ന് 35 താമസിക്കുന്ന കട്ടിലും അതും ഇതുമൊക്കെ ഉള്ള പുറകെ പറിച്ചുകൊണ്ട് അങ്ങ് പോയി. നമ്മൾ ഇവിടെ അവിടെ താമസമുണ്ട്. അങ്ങനെ 28ാമത്തെ ദിവസം ആളിനെ വിട്ടു ഞാൻ അങ്ങോട്ട് ചേർന്നു. അങ്ങനെ ചേട്ടത്തോടെ ചെന്നു. അവിടെ ഞാൻ പറഞ്ഞു ഞാൻ പോരുക. ഇപ്പം ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല, ചിലവിടെ പിന്നെ വരണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇഷ്ടപ്രകാരം പറയുക ചെയ്യണമെന്ന് ഒരു വന്ന് ഞാൻ വണ്ടി പറഞ്ഞു വിടാം. അങ്ങനെ വണ്ടി പറഞ്ഞു വിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ കിടന്ന് കഴിക്കുന്നു. അപ്പം അതൊക്കെ നമ്മൾക്ക് അതിനെല്ലാം കാണാനും കേൾക്കാനൊക്കെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. ഞാനെന്നാൽ പിന്നെ ഇവിടെയൊക്കെ നിൽക്കുമ്പം ഈ അരിയോ അതൊക്കെ പിന്നെ ചുവന്നുകൊണ്ട് കൊടുത്താൽ നമുക്ക് ഒരു വക്ക അരി കിട്ടും. ഒരു അരി ചുവന്നുകൊണ്ട് സത്രമൊക്കെ 35 കൊണ്ട് കൊടുത്താൽ ഒരു വക്ക അരി കഴിയും. ആ ഒരു വക്ക അരി 4 ദിവസം കഴിയും. അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. അപ്പൂൻ്റെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കും ബന്ധങ്ങൾക്ക് മൂല്യം കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ?
ബന്ധങ്ങൾക്ക് ഉണ്ട്. ഇങ്ങോട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലെ പെണ്ണിൻ്റെ അച്ഛനാ, അല്ലെ ചെറുക്കൻ്റെ അച്ഛനാ, അല്ലെ അപ്പൂപ്പനോ, അതൊരു മതിപ്പില്ല. പറയാൻ തന്നെ നാണക്കേടാ. ഇപ്പോഴെന്ന് വെച്ചാൽ അവർക്കൊക്കെ എല്ലാവർക്കും കാറില്ല, അല്ലെ മറ്റേ ഇല്ല. ഇത് മറ്റേ ഇപ്പോൾ ആരെങ്കിലും ഒന്നാം തന്തയൊക്കെ വന്ന് കാറിനകത്ത് വന്ന് ഇറങ്ങിക്കോണം. ഇപ്പോഴെല്ലാം അങ്ങനെയല്ലേ ആളുകൾ പോകുന്നത്. പഴയത് അങ്ങനെയില്ലല്ലോ, എങ്ങനെങ്കിലും വീട്ടിലിരുന്നാൽ മതി. ഇപ്പം എല്ലാവരും ഒരാടിമാരായി, ഒരു വീട്ടിൽ 4-5 കാറ്. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടെങ്കിലേ അച്ഛനും അമ്മയായിട്ടൊക്കെ അംഗീകരിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അമ്മ പോയ ഒരാഴ്ച പോയി എവിടെങ്കിലും ഇറങ്ങി ചെന്നാലും പ്രശ്നമില്ല. അച്ഛൻ പോയി 1 മാസം കിടന്ന് ഇറങ്ങി ചെന്നാലും പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ കാലമാണ് ഇപ്പം. അപ്പൂൻ്റെ ഈ 86 വർഷത്തെ ജീവിത അനുഭവത്തിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാമോ? പുതു തലമുറയ്ക്ക് ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാലേ, അത് നമ്മൾ വളരെ മാന്യമായി അച്ഛനെയും അമ്മയും എല്ലാം ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ് എന്നൊരു ചിന്ത ഇന്നില്ല. ഇല്ല. 2 ദിവസം മുന്നേ ഇന്നലെ ന്യൂസ് വന്നായിരുന്നു, മുത്തശ്ശിയെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന അങ്ങനെ മുത്തശ്ശിമാരെ എല്ലാം വെട്ടിക്കൊള്ളു, തള്ളമാരെ വെട്ടിക്കൊള്ളുന്നത്. അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനൊന്നും ഞങ്ങളുടെ കാലത്തൊന്നും ഇതൊന്നുമില്ല. എല്ലാം പ്രായമായി മരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി മരിക്കുക. ഇപ്പോൾ ഇന്നെന്ന് പറയുന്ന എല്ലാം ഇതല്ലേ, അച്ഛനും അമ്മയും പരസ്പരം വെട്ടി വഹിക്കുക, അല്ലെങ്കിൽ വേറെ ആളങ്ങ് അച്ഛൻ ഇരിക്കാൻ വേറെ ആളോട് പോവുക, അമ്മ ഇരിക്കുമ്പോൾ അമ്മ വേറെ ഒത്തിരിയോട് പോവുക. ഇങ്ങനെയൊക്കെയാ ഇന്നത്തെ കാലത്ത്. എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ പുതുതലമുറയ്ക്ക്? പുതുതലമുറയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർ പറയുന്ന കേട്ട് അനുസരിച്ച് ജീവിക്കുക. അവർക്ക് എന്നും ദൈവസഹായം ഉണ്ടാവും. അതാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല, നമ്മളെ എങ്ങും വിടത്തുമില്ല, ഒറ്റയ്ക്ക് വിടത്തില്ല. ലാസ്റ്റ് ഒരു 10, 22, 23 വയസ്സാകുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് പറയും, ഇന്ന് അത് ഇപ്പം അത് ചെയ്യണോ. ഇത്രയും വർഷം നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇത് ചെയ്യാത്ത എന്താന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞാൽ എങ്ങനെയാ അതിനെപ്പറ്റി അപ്പനെ നോക്കിക്കാണുന്നത്? അത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഏറിക്കത്തില്ല. മക്കളടുത്ത് പറഞ്ഞാൽ ഏകോടെ ചെയ്യുന്നു പറഞ്ഞു പോകും. ആ കാലം ഇപ്പൊ പറഞ്ഞതാ. ഓക്കെ, നമുക്ക് നിർത്താം. താങ്ക് യു. നല്ല വിലയുള്ള വാക്കുകൾ, അറിവുകൾ പകർന്നു തന്നതിന്. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പൊ ശരി അപ്പു. ശരി.